ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ചെയ്തെടുത്തൊരു ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ്. ഇതിൽ ഞാൻ കുറച്ച് സ്റ്റോണൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്, സീക്വൻസിൻ്റെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് മറ്റേ ഓയിസ്റ്റർ സ്റ്റിച്ചാണ് കുറേയൊക്കെ ഉപയോഗിച്ചത്. ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ടാണ് ഇത് ചെയ്തെടുത്തത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുക നോക്കാം. ഞാൻ ചുരിദാറിൻ്റെ സൈഡിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചുരിദാർ കട്ട് ചെയ്തിട്ടില്ല, എംബ്രോയിഡറി ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം കട്ട് ചെയ്യുന്നതിന് മുന്നേ ആ സൈഡിലൊരു വർക്ക് ചെയ്തെടുക്കാൻ വിചാരിച്ചു. ആ വർക്കിൻ്റെ ഡിസൈൻ ഞാൻ അവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഡിസൈനാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഈ ഡിസൈനിൻ്റെ മുകളിൽ വർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് അതിന് വേണ്ടിയിട്ട് ആങ്കറിൻ്റെ ഈ കളറുള്ള നൂലാണ് എടുത്തത്. ആങ്കറിൻ്റെ ഈ നൂലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ കളറുള്ള നൂല് 3 ലെയറിൽ ഞാൻ ഈ സൂചീൻ്റെ മുകളിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, 3 ലെയറിലാണ് കോർത്തെടുത്തത്. അപ്പം ഇനിയിപ്പോൾ അത് ആദ്യം ഒരു കാര്യം, ആദ്യം ഇതിനകത്തുള്ള എല്ലാ സ്റ്റെമ്മും ചെയ്ത് വയ്ക്കും. സ്റ്റെമ്മ് ചെയ്തതിന് ശേഷം വേണം അടുത്ത ഇതുകളൊക്കെ ചെയ്യാൻ. അപ്പോൾ ആദ്യം സ്റ്റെമ്മ് ചെയ്യും. സ്റ്റെമ്മ് ഇത് അവിടെ ഈ വലിയ സ്റ്റെമ്മ് ആദ്യം ചെയ്തെടുക്കുക. സ്റ്റെമ്മ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ വേറെ വിധത്തിലാണ്. സാധാരണത്തെ സ്റ്റെം സ്റ്റിച്ചിലല്ല ചെയ്തെടുക്കുന്നത്. ഇതേമാതിരി റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക കുറച്ച്. കാണുന്നുണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ടിന് ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫുള്ളായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതവിടെ അതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തു. റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഈ സൂചി ഇതേമാതിരി എടുത്തിട്ട് ഇതങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഓരോ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ചുറ്റിയെടുക്കുക. കാണുന്നതേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ട് ഇങ്ങനെ കോർത്തെടുക്കുക. ഒരേ ഇതിൽ കോർക്കണം. ചുറ്റിയെടുക്കുക, പിരിച്ചെടുക്കുക. അങ്ങനെ കാണുന്നുണ്ടാവുമായിരിക്കും. ഇതിലെടുത്തിട്ട്
ഈ റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചത് അതിനെ കൂടെ എടുക്കും. ഒരേ ഡയറക്ഷനിൽ എടുക്കണം, അല്ലെങ്കിൽ വൃത്തികേടാവും. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഇങ്ങോട്ട് അകത്തേക്കുള്ള വിധത്തിലാണ് എടുക്കുക. അപ്പോൾ അതേമാതിരി തന്നെ എടുക്കണം. ഇതേമാതിരിയുള്ള സ്റ്റെം സ്റ്റിച്ചാണ് ഇതിന് ചെയ്തെടുക്കുന്നത്. ഈ ഡയറക്ഷനിൽ നൂലെടുക്കുക. ഇനി ഇതേമാതിരി ഇതുവരെ ചെയ്തെടുക്കുക. ഇതേമാതിരി ഞാൻ സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇവിടെയൊക്കെ കാണുന്ന എല്ലാ സ്റ്റെമ്മും ഇതേമാതിരി ചെയ്തെടുക്കുക. ഇത് കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്യുന്ന ഈ സ്റ്റെം എവിടേക്കാണോ ഉള്ളത് ആ സ്റ്റെമ്മൊക്കെ ചെയ്തെടുത്ത് കാണിക്കുക. അതേമാതിരി ഞാൻ ഇവിടെ കാണുന്നിടത്തൊക്കെ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് വെച്ച് സ്റ്റെമ്മ് ചെയ്യേണ്ടിടത്തൊക്കെ. ഇനി ഇവിടെ ഇതേമാതിരി 3 വെച്ചിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ ഒരു ഇത് ചെയ്യേണ്ട. ഇവിടെയൊക്കെ അങ്ങനെ ഒറ്റ ഉള്ളതെടുത്താൽ വേറെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ 3 എടുത്ത് ചെയ്യുന്ന വിധം കാണിച്ചത്. അത് ഓയിസ്റ്റർ സ്റ്റിച്ചാണ് ചെയ്ത് വയ്ക്കുന്നത്. ഓയിസ്റ്റർ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു പൂവ് മാതിരി ഉണ്ടാക്കി വയ്ക്കാമല്ലോ. ഇവിടെ ചെയ്ത് നോക്കണം. അപ്പോൾ ഓയിസ്റ്റർ സ്റ്റിച്ച് കയ്യിൽ കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട്. അവിടെ അങ്ങനെ ഓയിസ്റ്റർ സ്റ്റിച്ച് ചെയ്തത്. ഇതെങ്ങനെയാ വെച്ചാൽ 6 ഇഴയിലാണ് നൂലെടുത്തത്. 3 ഇഴയിൽ 3 സ്റ്റാൻസിലെടുത്തിട്ട് 1 സ്റ്റാൻസ് ഇതാക്കിയിട്ടുണ്ട്. അങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഓയിസ്റ്റർ സ്റ്റിച്ച് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. 3 സ്റ്റാൻസിലെടുത്തിട്ട് നടുമടക്കുമ്പോൾ 6 സ്റ്റാൻസ് ആവുമല്ലോ. ഇതിനുള്ള കൂടെ എടുക്കുന്നത്. ഓയിസ്റ്റർ സ്റ്റിച്ച് അതേമാതിരി ഇവിടെ വന്നു ഒരു മുട്ട് മാതിരി വരുന്ന വിധത്തിലാണ് ചെയ്തെടുക്കുന്നത്. ഇതേമാതിരി വന്നു. ഇവിടെ അത് കുത്തിയെടുക്കുക. ഇതേമാതിരിയാണ് ഇനി അടുത്ത് ചെയ്യുന്നത്. അടുത്തത് അതിൻ്റെ മുകളിൽ ചെയ്തെടുക്കും. ഈ 3 മുകളിലും ഇതേമാതിരി ചെയ്തെടുക്കണമല്ല. 1 ചെയ്ത് ഈ 2 മുകളിൽ ചെയ്തെടുക്കും. ഓയിസ്റ്റർ സ്റ്റിച്ച് എന്നിട്ട്
ഇവിടെ ചെയ്തെടുക്കാം. ഇവിടെ ഇതേമാതിരി തന്നെ ചെയ്തെടുക്കും. കാണുന്നുണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കും. ഓയിസ്റ്റർ തന്നെയാണ്. എന്നിട്ട് ഇവിടെ അങ്ങനെ 3 ചെയ്തെടുത്തു. ഇനി ഇവിടെ ഇതേമാതിരിയുള്ള 3 വരച്ച് വെച്ച് ഇതിൻ്റെ മുകളിൽ ഒന്നും ചെയ്യുക, ഇതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക, ഇവിടെ 3 ചെയ്തെടുക്കുക. കണ്ടേ, ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ അതേമാതിരി 3 ഇങ്ങനെ ഇതിൻ്റെ മുകളിലൊക്കെ ഇതേമാതിരി ഓയിസ്റ്റർ സ്റ്റിച്ചിൽ ചെയ്തെടുക്കുക. അവിടെയല്ല ഞാൻ ഓയിസ്റ്റർ സ്റ്റിച്ച് ഇട്ട് തയ്ച്ചെടുക്കുന്നത്. ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഇവിടെ അങ്ങനെ റൗണ്ട് വെച്ച് ഒഴിവാക്കിയിട്ടിട്ടുണ്ടല്ലോ. അതേമാതിരി ഇവിടെ ഇവിടെ അങ്ങനെ ഒഴിവാക്കി അവിടെ ചെയ്യുന്നു. വേറെ ഇതാണ് ചെയ്യുന്നത്. അവിടെ അതേമാതിരിയുള്ള സ്വീക്വൻസ് ഉണ്ടല്ലോ, സ്വീക്വൻസ് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. കുറഞ്ഞു പോയല്ലോ, മതിയില്ല. സ്വീക്വൻസ് ഇതാണ് നടുക്കിൽ. ഈ സ്വീക്വൻസ് ആക്കും, അവിടെ നടുക്കിൽ വയ്ക്കുക. അവിടെ കുറച്ചും കൂടെ ഗ്യാപ്പിൽ തയ്ച്ച് കൊടുക്കാനുണ്ട്. നടുക്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഒരു സ്വീക്വൻസ് എടുക്കുക. ഒരു സ്വീക്വൻസ് എടുത്തിട്ട് ഇതിനുള്ള കൂടെ ഇതിനുള്ള കൂടെ കോർത്തെടുത്തിട്ട് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഫ്രഞ്ച് നോട്ട് കൊടുക്കുക. പിന്നെ അടുത്തത് നടുക്കലത്തതാണ് കൊടുത്തത്. അപ്പോൾ ഇത് ഇതേമാതിരി 6 സ്വീക്വൻസ് ഇതിൻ്റെ ചുറ്റും കൊടുക്കണം. അപ്പോൾ ഒരു പൂവ് മാതിരി വരും. കണ്ടതിനുള്ളിൽ കൂടെ തന്നെ സ്വീക്വൻസ് സൂചിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുക. എടുത്തിട്ട് ഇവിടെ അങ്ങനെ വന്നു കണ്ടോ, ഇവിടെ അങ്ങനെ വെച്ചിരുന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുക. അടുത്ത സീക്വൻസ് റൗണ്ടിലാണേ കൊടുക്കുക. അടുത്ത സീക്വൻസ് ഇവിടെ അങ്ങനെയായിട്ട് കൊടുക്കുക. ഒരു സീക്വൻസ് എടുക്കുക. എന്നിട്ട് എന്താ സൂചീൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുക. കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുക. ഫ്രഞ്ച് നോട്ട് ഇനി അടുത്തത് കുറച്ചും കൂടെ നന്നായിട്ട് യോജിക്കുന്ന ഏകദേശം സീക്വൻസ് എടുത്തിട്ടാണ് ഞാൻ ഏകദേശം കളർ എടുത്തിട്ടാണ് എടുത്തത്.
അടുത്ത കുറച്ചും കൂടി 6 സീക്വൻസ് കൊടുക്കാൻ വിചാരിക്കുക റൗണ്ട്. ഇതിപ്പോൾ 3 കൊടുത്തു, ഇനി 3 കൂടെ കൊടുക്കണം. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഏകദേശ രൂപത്തിൽ വരും. അടുത്ത 2 സീക്വൻസും കൂടെ കൊടുക്കണം. അടുത്തത് അവിടെ അങ്ങനെ കൊടുക്കും നടുക്കിലായിട്ട്. ഒരു സീക്വൻസും കൂടെ കൊടുത്ത് ഒരു ഫ്ലവറിൻ്റെ രൂപത്തിൽ വരും. ഇതേമാതിരി വരും. ഇവിടെ ഈ ഒരു ഇത് വരുന്ന അവിടെ ഇത് വെച്ച് അവിടെ ചെയ്ത് കൊടുക്കും. അവിടെ എങ്ങനെയാണ് ചെയ്യുക? അവിടെ 3 ചെയ്ത് കൊടുത്താൽ മതി. അതേമാതിരി സീക്വൻസ് എടുക്കുക. സീക്വൻസ് എടുത്തിട്ട് ഫ്രഞ്ചിനോട്ട് തന്നെ ഇടുക. ഫ്രഞ്ചിനോട്ട്. ഇനി അടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സൈഡിൽ എങ്ങനെയായിട്ട് ഒന്ന് കൊടുക്കുക. ഒരു ത്രികോണം മാതിരി കൊടുത്താൽ മതി. സിമ്പിളായിട്ട് ഇവിടെ ഈ സൈഡിൽ ഇതേമാതിരി വരും. കോള് മാതിരി കൊടുത്താൽ മതി. നിറയെ ഫ്ലവർ മാതിരി കൊടുക്കേണ്ട ആവശ്യമില്ല. കാണുന്നുണ്ടാവുമായിരിക്കും. ഇതേമാതിരി കൊടുക്കും. അപ്പോൾ ഇത് ഇവിടെ കൊടുത്തു. ഇവിടെ അങ്ങനെ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ അങ്ങനെ ഗ്യാപ്പ് ഉള്ളതിനെ കൊണ്ട് അതേമാതിരി ഇതാ ഇവിടെ അങ്ങനെ കൊടുക്കുക. ഇതേമാതിരി കൊടുക്കുക. ഇവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക, അവിടെയൊക്കെ കൊടുത്ത് ഇത് ഫില്ലാക്കി എടുക്കണം. ഇതേമാതിരി ചെയ്തെടുക്കണം. ഇതേമാതിരി ഫില്ല് ചെയ്ത് എടുത്തിട്ട് കാണിച്ചത്. സീക്വൻസ് കൊണ്ട് ഞാൻ ഇതേമാതിരി എല്ലാ സ്ഥലത്തും ഒട്ടിച്ചെടുത്തു. ഇതുവരെ ചെയ്തു. ഇനി ബാക്കി താഴോട്ട് കുറച്ചും കൂടെ ചെയ്യണം. ഈ ഡിസൈൻ സീക്വൻസ് കൊണ്ട് ചെയ്തെടുത്തത്. അടുത്ത താഴോട്ട് ചെയ്യുന്നതായിട്ട് നോക്കാം. ഈ ഡിസൈനിൻ്റെ വർക്ക് ഇത് അവിടെ കഴിഞ്ഞ് ഡിസൈൻ കാണാതെ മാതിരി ഉണ്ട്.